മലയാളി വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലൈവിലേക്ക് സ്വാഗതം. നേരത്തെ നമ്മൾ ലൈവ് വന്നിരുന്നു, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ. ഞാൻ ലൈവിന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായല്ലോ, അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം, എന്ത് ചെയ്യാൻ, മൊത്തത്തിൽ പ്രശ്നമാണല്ലേ, ആകെ എല്ലായിടവും പ്രശ്നമാണ്. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 ബോംബ് 2 ബോംബ് 3 ബോംബ്, പണ്ടൊക്കെ ആളുകൾ പേരൊക്കെ പറയാൻ മടിക്കുമായിരുന്നു. ഇനി ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പേടിക്കണം. എന്നാണെങ്കിലും സത്യം തിരിച്ചറിയും, അല്ലെങ്കിൽ സത്യം പുറത്തു വരും എന്നുള്ള കാര്യമൊക്കെ എന്താ പറയുക, നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പല വൻമരങ്ങളും കടപുഴകി വീഴുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇതിനിടെ പല നടന്മാരുടെ പേര് പറഞ്ഞു, പല നടിമാര് അടക്കം, അതായത് സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത നടിമാരടക്കം അവര് വലിയ പ്രമുഖരായ നടന്മാരുടെ പേരുകൾ പറഞ്ഞു. ഇതൊക്കെ വരുമ്പോഴും ഈ കൂട്ടത്തിൽ സിനിമയിൽ തുടക്കക്കാരായിട്ട് വരുന്ന ആളുകൾ അനുഭവിക്കുന്ന വേറെ ചില ബുദ്ധിമുട്ടുകൾ, അത് മറ്റ് ചാനലുകൾ പറയുമ്പോൾ വളരെ വലിയ രീതിയിൽ വളച്ചൊടിക്കപ്പെടുന്നുണ്ട് അല്ലെ. ഈ ഒരു നടനാണോ, അല്ലെങ്കിൽ ഈ നടന്റെ പേരാണോ ഇത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആളുകളുടെ പേര് ഇതായിരിക്കുമോ എന്നൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശിവാനി ബായി മാമാണ്. സമാജ്വാദി പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായ ഡോക്ടർ ശിവാനി മാമാണുള്ളത്. അപ്പൊ എന്തായാലും മാം നമസ്കാരം. എന്താണ് ടെൻഷൻ? ഓക്കെ, ടെൻഷനായിരുന്നു. കേട്ടിട്ട് ടെൻഷൻ ആയതാണോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, ഹാപ്പിയാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാല്, ഞാൻ ഒരു എന്താ പറയാ, ഞാനൊരു വ്യക്തിയുടെയും പേര് പറഞ്ഞിട്ടില്ല. ഓക്കെ, എനിക്ക് സോൾവ് ആകാൻ ഒരു ഇഷ്യൂ ഇല്ല. കാര്യം എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അത് അപ്പം തന്നെ പറഞ്ഞു. എനിക്കിപ്പോ ഒരു കംപ്ലൈന്റും ഇല്ല. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഒരു 100 പേരുണ്ടെങ്കിൽ 2 പേര് മോശമുണ്ടാവും, ബാക്കി 98 പേരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കാം. സോ ഞാൻ അതാണ് പറഞ്ഞത്. അപ്പോൾ മോശം സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നല്ലതും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറയുമ്പോഴത്തേക്കും ഏതെങ്കിലുമൊക്കെ നടന്റെ ഇന്ന നടനായിരിക്കുമോ എന്ന് പറഞ്ഞ് അവരുടെയൊക്കെ ഫോട്ടോ എടുത്ത് എന്റെ ഫോട്ടോയുടെ കൂടെ ചേർത്ത് ഇന്ന ആളെ പറ്റി ശിവാനി ഇങ്ങനെ പറഞ്ഞു. അത് ഭയങ്കര എനിക്കത് ഭയങ്കര ഹേർട്ടായി. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ആളുകളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ പോസ്റ്റുകൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കിത് വല്ലാണ്ട് ഹേർട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു ഇൻസിഡന്റ് വന്നു, അത് അവിടെ തന്നെ ഞാൻ റിയാക്ട് ചെയ്തു, എന്റെ അമ്മ റിയാക്ട് ചെയ്തു, അത് അപ്പം തന്നെ സോൾവ് ചെയ്താണ്. അപ്പൊ അതായത് സിനിമയ്ക്കകത്ത് പ്രശ്നങ്ങൾ പറഞ്ഞാൽ പരിഹരിക്കാൻ ആള് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഒരു 5 പടമാണ് ചെയ്തെങ്കിൽ ആ 5 പടത്തില് ടെക്നീഷ്യൻസും വളരെ നന്നായിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്തത്. ഈ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങള് ഒറ്റപ്പെട്ട സംഭവങ്ങള് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. ഓക്കെ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ അങ്ങേറ്റൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പം പരാതി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ പരാതി കൊടുക്കുക, അപ്പം തന്നെ കൊടുക്കുക. ഒരുപാട് നാൾ കഴിയുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ തെളിവുകളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് നീതി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. എന്റെ കാര്യത്തിന് ഞാൻ അന്ന് തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു മേഡത്തിന് ആ സമയത്ത് സംഭവിച്ചത്? എന്തായിരുന്നു മേഡത്തിന് സംഭവിച്ചൊരു കാര്യം? എന്തായിരുന്നു? ഞാനൊരു ഷൂട്ടിംഗ് സെറ്റിൽ രാത്രി ഒരു എന്താ പറയാ, ഇങ്ങനെ കഥകിൽ മുട്ടിയിട്ട് ആള് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ 1-2 പ്രാവശ്യം ഞങ്ങൾ ആരാണെന്ന് അറിഞ്ഞില്ല. പിന്നെ 3ാമത്തെ പ്രാവശ്യം ഞങ്ങൾ ആളിനെ കണ്ടായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്തുള്ള എല്ലാ നടന്മാരെയും ഫോട്ടോ എടുത്ത് ഇതേ കണക്ക് പോസ്റ്റ് ഉണ്ടാക്കിയിട്. ഇപ്പൊ ഒരു നടന്റെ പേര് ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്, അതൊന്നും അല്ല, അങ്ങനെയൊന്നും പറയാനും പാടില്ല. എനിക്ക് പരാതിയില്ല. എനിക്ക് പരാതി ഇല്ലാത്തിടത്തോളം ഇതുപോലെ പോസ്റ്റുകൾ ഉണ്ടാക്കുക, എന്താ പറയാ, ഏതെങ്കിലും ഒരാളിനെ പറ്റി ഇങ്ങനെ പറയുക, അത് ശരിക്കും എനിക്കത് വല്ലാണ്ട് ഹേർട്ട് ആവുന്നുണ്ട്. കാര്യം ഇവരെയൊക്കെ നാളെ നമ്മൾ കാണേണ്ടതാണ്. ഞാൻ അവരെ പോയിട്ട് ഒരു നടന്മാരെ പറ്റിയും ആരുടെയും പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു 98% നല്ലതാണ്. എനിക്ക് ദുരനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല, ഈ ഒരൊറ്റപ്പെട്ട സംഭവം ഒഴിച്ചിട്ട്. പിന്നെ സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ തന്നെ നിൽക്കണമെന്ന ഒരു നിർബന്ധമില്ല. ഇപ്പൊ എന്താ പറയാ, വേറെ ഒരുപാട് ഫീൽഡുകളുണ്ട്. ഞാൻ ക്രിക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ലൈക്ക് ദിവ്യാങ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഓഫ് ഇന്ത്യ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ക്രിക്കറ്റ് ടീമുണ്ട്, ഇന്ത്യൻ വീൽ ചെയർ ക്രിക്കറ്റ് ടീമുണ്ട്. അപ്പോൾ ആ വീൽ ചെയർ ക്രിക്കറ്റ് ടീമിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഞാൻ. മേഡത്തിന് ഇങ്ങനൊരു ദുരനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലെ? അതായത് കഥവിൽ മുട്ടി ഓടുന്ന ഒരു അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഒരുപാട് പേര് ജയസൂര്യ അടക്കമുള്ള പ്രമുഖരായ നടന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അക്കാലത്തിൽ അതായത് ആ ഒരു സമയത്ത് പറയാതെ
തൊടുപുഴ ലൊക്കേഷനിൽ വെച്ചാണെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു രീതിയിൽ മറ്റു രീതിയിൽ പ്രേക്ഷകർ പറയുന്ന ഒരു കമന്റ് അല്ലെങ്കിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു നാണയത്തിന് രണ്ട് വശങ്ങളെന്ന് പറയുന്നത് പോലെ ഇപ്പൊ അവസരം കിട്ടാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ രക്ഷപ്പെടാത്തത് കൊണ്ടാണോ അവരിങ്ങനെ പറയുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ മാഡത്തിന്? ഞാൻ ഒന്നുകൂടെ പറഞ്ഞ എന്താ പറഞ്ഞ, അതായത് പ്രമുഖന്മാരുടെ പേരുകൾ പറയുന്നുണ്ട് സിനിമയിൽ വളരെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പേരുകളെല്ലാവരും, അതായത് ഇപ്പോ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന നടിമാരെല്ലാവരും സിനിമയിൽ വലിയ സജീവമല്ല, എന്നാൽ ചെറിയ വേഷങ്ങളിലൂടെയൊക്കെ സിനിമയിൽ വന്ന ആളുകളാണ്. ഒരുപക്ഷെ ഇവര് പ്രേക്ഷകരുടെ കമന്റാണ്, പ്രേക്ഷകർ ചോദിച്ചൊരു ചോദ്യമാണ്, രക്ഷപ്പെടാതെ പോയത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷം ഇത് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം അവരവരുടെ ഇഷ്ടമാണ്, വ്യക്തിപരമായ തീരുമാനമാണ് അവരിപ്പോ പറയണം പറയണ്ട എന്നുള്ളത്. ഇതിപ്പോ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം സിനിമയിൽ നല്ല ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. കാര്യം ജനറലൈസ് ചെയ്ത് എല്ലാവരും മോശമാണെന്ന രീതിയിൽ കമന്റ്സ് വരുന്നു, ഗ്രൂപ്പുകളിൽ ചർച്ച ഉണ്ടാവുന്നു, സിനിമാക്കാരെ ഒഴിവാക്കി നിർത്തണമെന്നുള്ള രീതിയിൽ ചർച്ച ഉണ്ടാക്കുന്നു. അപ്പൊ അത് അങ്ങനെയല്ല. കാര്യം 1-2 പേര് അങ്ങനെ തെറ്റ് ചെയ്തതിന് എല്ലാവരെയും മോശം പറയേണ്ട ആവശ്യമില്ല. കാര്യം എനിക്കൊരു പ്രശ്നം വന്നു, എന്നെ ഒരു സെറ്റിൽ ഞാൻ ഏകദേശം 3 ദിവസം വർക്ക് ചെയ്യാണ്ട് എന്നെ ഇരുത്തി. അപ്പോൾ 4ാമത്തെ ദിവസം ആ പ്രശ്നം പരിഹരിച്ചത് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു വലിയ നടനാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് മറുപടി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്ഷൻ പ്രൊഡ്യൂസറും എല്ലാം വലിയ ആൾക്കാരാണ്. അപ്പൊ അതുപോലെയുള്ള ആളുകൾ നമ്മളെ സഹായിക്കാനും നമ്മുടെ ലൊക്കേഷനുകളിൽ ഉണ്ടായിരുന്നു. പ്രതികരിക്കണം, അപ്പൊ തന്നെ പ്രതികരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം. അല്ലാതെ എനിക്കിപ്പോ ആ നടന്റെ പേരോ, കാര്യം അത് അന്നേ സോൾവ് ചെയ്ത ഇഷ്യൂ ഇനി അതിനെ പുറത്ത് കൊണ്ടുവന്ന് ആരേലും ഒക്കെ ഫോട്ടോ വെച്ച് പോസ്റ്റർ അടിക്കുക, ഇതൊന്നും എന്താ പറയാ അക്സെപ്റ്റബിൾ അല്ല. ഓവറായി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ പോവേണ്ടി വരും. കാര്യം ഓവർ ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു നല്ല മെസ്സേജ് ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് പെൺകുട്ടികൾക്ക് ഇതുവരെ വന്നത് നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, കഴിഞ്ഞു പോയതാണ്. അതിനെതിരെ തെളിവുകളുണ്ടെങ്കിൽ നിയമ നടപടി ആയിട്ട് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അല്ലാതെ ഇനി വരുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇനി പെൺകുട്ടികൾ കുറച്ചുകൂടെ നമ്മളൊന്ന് സൂക്ഷിക്കുക. ഇപ്പൊ എന്താ പറയാ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആൾക്കാരും കുറച്ച് നല്ല രീതിയിലായിരിക്കും അവരോട് ഇടപഴകുന്നത്. ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു 2 സിനിമാക്കാർ മോശം ചെയ്യുന്നതിന് 3ാമത്തെ ആൾ അങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇവിടെ ഒരുപാട് നല്ല സിനിമാക്കാരുണ്ട്. അന്ന് മാഡത്തിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായല്ലോ, അതായത് അന്ന് കഥയിൽ തട്ടി ഓടിയെന്ന് പറഞ്ഞു, സിനിമയിൽ 4 ദിവസം ലൊക്കേഷനിൽ അഭിനയിപ്പിക്കാതെ അല്ലെ ലൊക്കേഷനിൽ ഇരുത്തിയ കാര്യം പറഞ്ഞു, മോഹൻലാൽ എന്ന് പറയുന്ന വലിയ നടനാണ്, സഹായിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ഇങ്ങനെ ഒരു റിപ്പോർട്ട്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലത്തെ റിപ്പോർട്ട് എന്തെങ്കിലും വരുമെന്ന് ചിന്തിച്ചിരുന്നു, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റം വേണം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? മാറ്റം വേണമെന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഇഷ്യൂ ആയി ഇങ്ങനെ ഒരു സംഭവം പുറത്തു വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ വളരെ സന്തോഷം, ഇങ്ങനെ ഒരു സംഭവം വന്ന് ഒരുപാട് പെൺകുട്ടികൾ അത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വിഷമവും, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് ഫാബ്രിക്കേറ്റഡ് അല്ലേ എന്ന കാര്യം എന്താ പറയാ പരാതി കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം കോൺഫിഡന്റ് ആയിരിക്കാം. അദ്ദേഹം തിരിച്ചു പരാതി കൊടുത്തു. ഇപ്പോ ജയസൂര്യയുടെ പേര് പറഞ്ഞപ്പോ വർഷങ്ങളായിട്ട് ഒരു സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്, വലിയ സിനിമയുടെ ഭാഗമാവാൻ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്, ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമായി തീരുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വെറുതെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കും? പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു എന്താ പറയാ, ഇതിലും നമുക്ക് ശതമാനം എടുക്കാലോ. അതായത് കുറച്ച് ശതമാനം പേര് എന്താ പറയാ തെറ്റായിരിക്കാം പറയുന്നത്, കുറച്ച് ജെന്യുവൻ കേസസ് ഉണ്ടായിരിക്കാം, ജാസ്തിയും ജെന്യുവൻ കേസസ് ആയിരിക്കാം. കാര്യം കേട്ടെടുത്തോളം ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ടാവും. പരാതി പറഞ്ഞ സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് ഇപ്പൊ എന്താ പറയാ സിദ്ദിഖ പുറത്തു വന്നു, രാജിവെച്ച് പുറത്തു വന്നു. അപ്പോൾ ഇനി അദ്ദേഹം കുറ്റക്കാരനല്ലാന്ന് കാണുമ്പോഴത്തേക്കും തിരിച്ച് എന്താ പറയാ ആ സ്ഥാനത്തേക്ക് വരാമല്ലോ. ഇപ്പൊ രഞ്ജിത്ത് സാറായിരുന്നെങ്കിലും അവർക്ക് തിരിച്ചു വരാമല്ലോ. ഇപ്പൊ രാജിവെച്ചതെന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി തിങ് മാത്രമല്ലേ. ഞാൻ എന്റെ കാര്യം പറയാം. അണ്ണൻ തമ്പി എന്ന് പറയുന്ന സെറ്റില് ഇവരെല്ലാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരാരും നമുക്ക് അനിയത്തിയായിട്ടാണ്. പക്ഷെ ഇവരാരും അങ്ങനെ എന്താ പറയാ, ഞാൻ സിദ്ദിഖ് ഭയങ്കര സൈലന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് മിണ്ടാതെ അങ്ങനെ നമുക്കറിയില്ലല്ലോ. കുട്ടികൾ പറയും എന്താ പറയാ, അവരുടെ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ അവര് അത് തെളിയിക്കട്ടെ. തെളിഞ്ഞ് അദ്ദേഹം കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കണം.
ഒരു വലിയ മാറ്റത്തിനുള്ള തുടക്കമായിട്ട് തോന്നുന്നുണ്ട്. ഇതെല്ലാം ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. എല്ലാ മേഖലകളിലും പല സിനിമാ താരങ്ങളും പറഞ്ഞപ്പോൾ ഈ മേഖലയിൽ മാത്രമാണോ, അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ ഇവിടുന്ന് രാജ്യം കടത്തണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കോടതിയുണ്ട്, നിയമങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനിയെങ്കിലും അതൊക്കെ ഒരു ഇതെനിക്ക് തോന്നുന്നു മറ്റ് മേഖലകളിൽ എല്ലാ മേഖലകളിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ സിനിമ എന്ന് പറയുന്ന ഒരു കളർഫുൾ ആയിട്ടുള്ള ലോകത്ത് നടന്നുകൊണ്ട് ആളുകൾക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി മാത്രമാണിത്, അല്ലേ? അതെ, കാര്യം വെച്ചാല് ഇപ്പൊ കൊച്ചു കുട്ടികൾ വരെ ഭയങ്കര ഒരു എന്താ പറയാ, അവർക്ക് വളരെ ആരാധനയാണ്. അവര് കോപ്പി ചെയ്യുന്നത്, ഇതുപോലെയുള്ള നടന്മാരെ കോപ്പി ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നടന്മാരെ കോപ്പി ചെയ്യുന്നത്, എന്താ പറയാ, ആ നടനെ പോലെ ഞാൻ എന്താ പറയാ പെരുമാറുന്നു, ഈ നടനെ പോലെ ആവണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജ് വളരെ ബാഡാണ്. തെറ്റ് ചെയ്യാത്തവർ പോലും ആ കുഞ്ഞുങ്ങളുടെയൊക്കെ മുന്നില് മോശക്കാരാവുകയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അമ്മ സംഘടനയ്ക്കെതിരെ വരുന്ന ആരോപണങ്ങൾ എങ്ങനെ കാണും? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ സംഘടനയിലുള്ള ആളല്ല, ഞാൻ ഒരു സംഘടനയിലും മെമ്പർ അല്ല. പിന്നെ ഒരു കൂട്ടായ്മയിലേക്ക് ഒരു ആരോപണം വരികയാണ്. അതിനകത്ത് ഒരുപാട് നല്ലൊരു 99% നല്ല ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യം, ഭാര്യ, കുഞ്ഞ്, എന്താ പറയാ, നല്ല രീതിക്ക് എന്താ പറയാ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവരെയും കൂടെ ഒരുമിച്ചാണ് കുറ്റക്കാരാക്കുന്നത്. മേഡം, ഇതൊക്കെ കേൾക്കുമ്പോഴും, അതായത് സിനിമയിൽ വർക്ക് ചെയ്ത ആളാന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓരോരോ വലിയ പേരുകൾ കേൾക്കുമ്പോൾ ഞെട്ടുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും എനിക്ക് പരിചയമുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകൾ, എനിക്ക് അത് ആ പേരിനകത്ത് തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് വളരെ പരിചയം. ഇപ്പൊ റിയാസ് ഖാൻ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് ഒരുപാട് കാലങ്ങളായി അദ്ദേഹം അങ്ങനെ പെരുമാറുമില്ലയോ, അതെ, ഇനി വല്ല ഫേക്ക് അക്കൗണ്ട് നിന്നൊക്കെയാണോ ഈ മെസ്സേജ് വന്നേക്കുന്നത് എന്നൊന്നും നമുക്ക് എനിക്കതങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. കാര്യം സൗണ്ട് റെക്കോർഡാണ്, കോളാണ് വിളിച്ചത്. അയ്യോ, അപ്പോ അറിയില്ല. ഞങ്ങളോടെല്ലാം നന്നായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. ഇതുവരെയ്ക്കും എനിക്കൊരു നല്ല ഇംപ്രഷൻ തന്നെയാണ്. ഇനിയിപ്പോ അങ്ങനെ കോൾ റെക്കോർഡ്സ് ഉണ്ടെന്ന് വെച്ചാലും കുറ്റം ആര് ചെയ്താലും മെസ്സേജ് അല്ല, ഫോണാണ് വിളിച്ചത്. അതിന്റെ റെക്കോർഡുണ്ടോ? അല്ല, റെക്കോർഡ് ഉദ്ദേശിച്ചത് കോളാണ് വിളിച്ചതെന്നാണ് പറഞ്ഞത്. കോൾ റെക്കോർഡ് എന്നല്ല പറഞ്ഞത്. അതിന് തെളിവുകളുണ്ടോ? തെളിവുകളില്ല, അതാണ്